ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ കൈയൊക്കെ പറക്കുന്നുണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാണ്. നീ 5ാം ക്ലാസ് പഠിക്കുന്ന സിനിമയിലുണ്ടോ? ഓക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ചോദ്യം ചോദിക്കാനില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ. എനിക്ക് ആശ്രയം ഹഗ് ചെയ്യണമെന്നുണ്ട്. അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞത്. പറഞ്ഞാല് ഞാനും ഇപ്പൊ പെട്ട് കണ്ണുകൊണ്ട് എന്ത് മാജിക്കാണ് കാണിക്കാൻ പോകുന്നതാണ് എല്ലാരും ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞറിയോ, നമ്മളത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക, മാജിക്കായിട്ട് സംഭവിച്ചു. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്നറിയോ? അടിയൂസ് ടിക്കറ്റ് ആക്കിയതിലൂടെ നമുക്ക് അത്ര വലിയൊരു ഹിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ. ടിക്കറ്റാക്കിലൂടെ ഒരു വലിയ ആക്ഷൻ സിനിമ കാണാൻ പറ്റും, വലിയൊരു ആക്ഷൻ ഒരു വലിയ ഹിറ്റ് കാണാൻ പറ്റും എന്നുള്ളത്. English ഒരു വിഷയമേ അല്ല. English Cafe presents you the perfect English. We present you the perfect English. WhatsApp now 9633888575. ഒരു ഗംഭീര ഇൻട്രോ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇക്ക. 2009 ശ്യാം പ്രസാദ് സർ സംവിധാനം ചെയ്ത ഋതു എന്ന ചിത്രത്തിലൂടെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നമുക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്. ഒരു ബഞ്ച് ഓഫ് ചെറുപ്പക്കാർ വരികയാണ്, ആൻഡ് അതിലൊരാള് പിന്നീട് കോമഡി റോൾസ് ചെയ്ത് ആ ഒരു കോമഡി ഹീറോ ആയിട്ടും ഇടയ്ക്ക് റൊമാൻറ്റിക് റോൾസ് ചെയ്ത് നമ്മളെ ഭയങ്കര റൊമാൻറ്റിക് സൈസ് ചെയ്തിട്ടുള്ള ഹീറോ ആയിട്ടും പിന്നെ ഇടയ്ക്ക് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ചെയ്ത ഹീറോ ആയിട്ട് നമ്മളെ ചിന്തിപ്പിച്ചും ഒക്കെ യുനോ യു ബിൽഡ് എൻ എംപയർ ഓഫ് യുവർ സെൽഫ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ സ്ഥാനം നമ്മൾ ആസിക എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ തൊട്ടിട്ട് വി റിയലി മീൻ ഇറ്റ് അല്ലേ? അപ്പൊ എല്ലാരും കൂടി ഒന്ന് നീട്ടി വിളിച്ച് ആസിക്കാന്ന്. ഓക്കെ, അപ്പം ഇക്ക യു ആർ എ ഫാമിലി മാൻ. ഇടയ്ക്ക് യുനോ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇത്ര ബിസി ഷെഡ്യൂൾസിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ പോലെ തന്നെ ഇക്കയുടെ ഒരു നമ്പർ 1 ഫാനാണ് ഞാനും കേട്ടോ. എനിക്ക് എപ്പോഴാണെന്നറിയോ എൻ്റെ മനസ്സിൽ കയറി കൂടിയത്, ഞാൻ സോൾട്ട് ആൻഡ് പെപ്പർ കാണാൻ പോയപ്പോൾ അതിനകത്തൊരു മീനാക്ഷി ഉണ്ടായിരുന്നില്ലേ, അന്ന് എനിക്കൊന്നൊരു മനു ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ ഒരു ഇടമുള്ളത് കൊണ്ട് ഈ ഒരു ഫാൻസ് മീറ്റിൽ ഇവരുടെ ഒപ്പം ഉള്ള ഒരാളാണ് ഞാനും. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. അതായത് ഇപ്പോൾ രേഖാചിത്രം എന്ന് പറയുന്ന ജോഫൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന മൂവി ഇസ് സിറ്റിംഗ് തിയേറ്റേഴ്സ് ഓൺ January 9th. അപ്പോൾ ഇതിലൊരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്. അപ്പം വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട്? എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കൊതിച്ചതും സപ്പോർട്ട് ചെയ്തതും പ്രാർത്ഥിച്ചതും ഒക്കെ നിങ്ങളാണെന്ന് എനിക്കറിയാം. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ എന്നെ ഇഷ്ടപ്പെടുന്നവരും അറിയാവുന്നവരും കാണുന്നവരും സംസാരിക്കുന്നവരും ഇടയ്ക്ക് എപ്പോഴൊക്കെയോ വന്ന് ജീവിതത്തിൽ കയറിയവരും ജീവിതത്തിന്റെ ഭാഗമായവരും ഒക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവരെല്ലാവരും എൻ്റെ സിനിമകൾ നന്നാവുമ്പോൾ എൻ്റെ കൂടെ നിന്നതിനേക്കാൾ എൻ്റെ സിനിമകൾ മോശമാകുമ്പോൾ എൻ്റെ കൂടെ നിന്നവരാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു സിനിമയെ ആഗ്രഹിച്ച് സിനിമ സ്വപ്നം കണ്ടുവന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് അത്തരത്തിലുള്ള ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. ഞാൻ സിനിമ മോശമായ സമയത്ത് എന്നെ വിളിച്ച് സ്നേഹത്തോടെ ചീത്ത പറയുന്ന സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്നവര്. എന്തിനാണൊക്കെ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നത്? നിങ്ങൾക്കൊന്നും നല്ല സിനിമ ചെയ്തുകൂടെ? നിങ്ങൾ ചെയ്യുന്ന നല്ല സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും കൃത്യമായ റെസ്പോൺസ് എൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. മറ്റു പലരും സിനിമകൾ ഇറങ്ങുമ്പോൾ ചുറ്റുപാട് നിന്ന് സത്യം അറിയാൻ പറ്റാതെ കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോട് ആരും സത്യം പറയാതെ അവർ ചെയ്യുന്നത് എല്ലാം നല്ലതാണെന്ന് പറയുന്നതിനേക്കാൾ ചെയ്യുന്ന തെറ്റുകൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവരാണ് എൻ്റെ ശക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരുപാട് ശ്രമിച്ച് ഒരുപാട് ക്ഷമിച്ച് നമുക്ക് കിട്ടിയതായിരുന്നു 2024 തലവൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ തുടങ്ങി ഒരു നല്ല തുടക്കം. അഡിയോസ് അമീഗോയിലൂടെ അത് കിഷ്കിന്ധാകാണ്ഡം എത്തിയപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചപ്പോൾ ഒരു വലിയ വിജയത്തിലേക്ക് അതെത്തി. ഇന്ത്യ മുഴുവൻ എല്ലാ ഭാഷകളിലും കിഷ്കിന്ധാകാണ്ഡത്തിനെ പറ്റിയും തലവനെ പറ്റിയും അഡിയോസ് അമീഗോയെ പറ്റിയും ഒക്കെ സംസാരിച്ചു. ലെവൽ ക്രോസിനെ പറ്റി സംസാരിച്ചു. അഭിനയിക്കുന്നതിനെ പറ്റി, സിനിമകൾ സെലക്ട് ചെയ്യുന്നതിനെ പറ്റി. അങ്ങനെ ഒരു വർഷം നമ്മളെല്ലാവരും സ്വപ്നം കണ്ടതാണ്. അത്
എന്റെ മാത്രമല്ല സിനിമാ പാരമ്പര്യമില്ലാതെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ധൈര്യം തന്ന ഒരു വിജയം കൂടിയായിരുന്നു അത്. അപ്പൊ അത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഞാനായതുകൊണ്ട് അറിയാം, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നല്ല സിനിമകളായിരിക്കും ചെയ്യുക എന്നുള്ളൊരു വാക്ക് ഞാൻ വീണ്ടും തരുന്നു. സിനിമ തിയേറ്ററിൽ വിജയിക്കുവോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ആരുടെയും കയ്യിലുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് നല്ല സിനിമകൾ സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്കാണ്. വീണ്ടും ആ പ്രതീക്ഷയിലൂടെയാണ് 2025 കടക്കുന്നത്. രേഖാചിത്രം റിലീസ് എത്തുന്നു 9-ാം തീയതി തിയേറ്ററിലേക്ക്. ഞാൻ ഇതുവരെ ചെയ്ത അല്ലെങ്കിൽ മലയാളത്തിൽ ഈ അടുത്ത് ഇറങ്ങിയതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തതയുള്ളൊരു സിനിമയാണ്. ജോഫിൻ ഇവിടെ എത്തുമെന്ന് തോന്നുന്നു എനിക്ക്. ജോഫിൻ സിനിമയെ പറ്റി കുറെ കൂടെ കൂടുതൽ പറഞ്ഞു തരും. നമ്മളെല്ലാം കണ്ട് നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വലിയ ഒരു സിനിമയുടെ ചെറിയ ഒരു എഡിറ്റഡ് വേർഷൻ, ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ജോണറിൽ വരുന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. എഗെയിൻ പോലീസ് വേഷങ്ങൾ ചെയ്യാൻ ഒരുപാട് മടിയുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരു പോലീസുകാരനാണുള്ള വലിപ്പമൊന്നും ഇല്ലെന്നൊക്കെ ഓർത്തിരുന്നതാണ്. പക്ഷെ കുറ്റവും ശിക്ഷ എന്ന സിനിമയിലൂടെ ആ കോൺഫിഡൻസ് കിട്ടി. അതിനുശേഷം കൂമൻ ചെയ്തു, തലവൻ ചെയ്തു. ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേറൊരു ക്യാരക്ടർ സ്കെച്ചിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നുള്ളത് നമുക്ക് ഈ 9-ാം തീയതി മുതൽ തിയേറ്ററിൽ കാണാം. എന്തായാലും ഒരു സംസാര വിഷയമാകാൻ പോകുന്ന സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലെറ്റ്സ് സീ. ഫിലിമി ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ലാതെ സിനിമയെ പ്യൂർലി ഒരു സ്വപ്നമായി കണ്ടുകൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളാണ് ഇക്ക എന്ന്. ഇപ്പൊ നമ്മള് ആസിക്ക എന്ന് വിളിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ ഒരു ഇക്ക എന്നുള്ളത്, ചേട്ടാ എന്നുള്ളത് നമ്മുടെ മനസ്സ് തട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ എതിരെ എന്തൊരു നെഗറ്റീവ് ഇൻസിഡന്റ് വന്നാലും അതിനൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് എങ്ങനെ നേരിടണമെന്ന് ഹീവ് ടോട്ട് us. അതുപോലെ തന്നെ സിനിമയിൽ ഇത്രയും വലിയൊരു സ്റ്റാർ ആകാനായിട്ട് ഫിൽമി ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും വേണ്ട എന്ന് ഹീവ് ടോട്ട് us. അപ്പൊ ഈ ആസിക്ക എന്നുള്ള ഈ ഒരു വിളിയും ഇതുപോലുള്ള ഒരു ഫാമിലിയൊക്കെ അന്ന് സിനിമ സ്വപ്നം കണ്ടുവരുമ്പോ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ, അതായത് പേഴ്സണൽ സ്പേസിലേക്ക് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവാറുണ്ടോ, ഇറിറ്റേറ്റഡ് ആവാറുണ്ടോ എന്നൊക്കെ. ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം ഞാനിത് ആഗ്രഹിച്ച ഒരാളാണ്, ഇത് കൊതിച്ച ഒരാളാണ്. എന്നെ കാണുന്നത് കൊണ്ട് ആളുകൾക്ക് സന്തോഷം ഉണ്ടാകുന്നതും അവരെന്റെ അടുത്തേക്ക് വരുന്നതും എന്നെ ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം എന്നോട് കാണിക്കുന്നതും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുന്നതാണ്. ആ ഇഷ്ടമാണ് എന്നെ കാണുമ്പോൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ആസിക എന്നുള്ള വിളി ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇനി ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, കാരണം എന്നേക്കാൾ കൂടുതൽ ഇക്കോട് കാര്യങ്ങൾ ചോദിക്കാനുള്ളതും സംസാരിക്കാനുള്ളതും ഇക്കയുടെ ഈ ഒരു എക്സ്റ്റൻഡഡ് ഫാമിലിക്കാണ്. അപ്പൊ ലെറ്റ്സ് മൂവ് ഇൻ. ആരാണ് ആദ്യത്തെ ആ ഒരു ചോദ്യം ചോദിച്ച ഒരു ബ്രേക്ക് ദി ഐസ്? യെസ്, റൈറ്റ് ദേർ ബ്രദർ. വാട്ട്സ് യുവർ നെയിം? നമുക്ക് കൊടുക്കാം. ബ്രദർ റൈറ്റ് ദേർ. എനിക്ക് തോന്നുന്നു ആക്ച്വലി ഇരുന്നോ അതെന്താ ഇരുന്നോ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു ഇവന്റ് കഴിയുമ്പോൾ ഇവിടെ പലരുടെയും ഒരു മനസ്സിൽ എന്നും ഓർത്ത് വെക്കാനുള്ള ഒരുപാട് നല്ല മെമ്മറീസ് ആയിട്ടായിരിക്കും പോകുക എന്ന് നമുക്ക് മാക്സിമം ശ്രമിക്കാം. ഓൾറൈറ്റ്. സോ എന്താണ് നമ്മുടെ ഒക്കെയോട് ചോദിക്കാനുള്ളത്? ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ അടുത്ത് അവിടെ ചോദിക്കാനാണ് പറഞ്ഞത്. എനിക്ക് ഇക്കപ്പോ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ ഇക്കായി ഇഷ്ടപ്പെടുന്നത്. അത്ര എനിക്ക് ഇഷ്ടമാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ കൈയൊക്കെ പറയുന്നുണ്ട്, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാണ്. നീ 5ാം ക്ലാസ് പഠിക്കുന്ന സിനിമയിലുണ്ടോ? ഞാൻ അപ്പൊ എനിക്ക് 10 വയസ്സുണ്ട്. അപ്പത്തേക്കാണൊക്കെ വന്നത്. അപ്പം 15 വർഷമായി. ആ ഒരു സ്നേഹത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. എനിക്ക് എന്താ പറയുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാണൊക്കെ എല്ലാവരുടെ നല്ല പേഷ്യൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്? ചിലപ്പോൾ ഇക്കാക്ക് ഒരു ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോഴും ഇതുപോലുള്ള ഒരു ക്രൗഡിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ അടുത്ത് ആ ഒരു ദേഷ്യമോ നമ്മുടെ ടെൻഷനോ ഒന്നും അറിയിക്കാതെ അവരുടെ അടുത്ത് കൂളായിട്ട് എങ്ങനെയാണ് ഇക്കാക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്? അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ ശീലിച്ച ഒരാളാണ്. അപ്പൊ എനിക്ക് എന്റെ ദേഷ്യവും എന്റെ സങ്കടവും എല്ലാം എന്റെ പേഴ്സണലാണ്. അത് എല്ലാവരോടും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ സാധാരണക്കാരനാണ്, എപ്പോഴാണ് ഇനി ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ
ഭയങ്കരമായി ദേഷ്യം പ്രകടിപ്പിക്കാത്ത ഒരാളൊന്നും അല്ല. ഇവിടെ നിൽക്കുന്ന കുറച്ചു പേരുണ്ടെങ്കിലും ഒക്കെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ മൈക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഞാനൊന്ന് കൈ പിടിച്ച് നോക്കട്ടെ. മൈക്ക് തണുത്തിരിക്കുന്നല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ഹൂ ഇസ് ദ നെക്സ്റ്റ് വൺ ടു കം ഓൺ സ്റ്റേജ്? നിങ്ങളുടെ സ്വന്തം ആസിക്കയോട് സംവദിക്കാൻ കിട്ടുന്ന ഏതാനും ഫ്യൂ മൊമെന്റ്സ് ആണ്. ഫ്യൂ മിനിറ്റ് ആണോ? അവിടെ നിന്ന് ചോദിച്ചാൽ മതിയോ? ഓൾ റൈറ്റ്. എന്നാ ഞാൻ മൈക്ക് താഴേക്ക് ഉണ്ടോ? ഓക്കെ. Who is next? നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഐ ഹാവ് കുറെ കാര്യങ്ങൾ ടു ആസ്ക്. നമസ്കാരം, എൻ്റെ പേര് വിമൽരാജ്. കണ്ടില്ല ഇല്ലില്ല, നിങ്ങൾ ചോദിച്ചു. കണ്ണൂരിന്നാണ്. വലിയൊരു ഫാനാണ്. ഒക്കെ പറഞ്ഞ പോലെ തന്നെ 2024 ഇക്കപോലെ തന്നെ നമുക്കും വളരെയധികം സന്തോഷം തന്ന ഒരു വർഷമായിരുന്നു. കുറേയധികം പടങ്ങൾ നല്ലൊരു പെർഫോമൻസ് കാണാൻ വേണ്ടി പറ്റി. പീക്ക് ലെവൽ പെർഫോമൻസ് കാണാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ 2025 തുടക്കം രേഖാചിത്രത്തിലൂടെ വീണ്ടും നല്ലൊരു വിജയം നമുക്ക് കാണാൻ വേണ്ടി പറ്റട്ടെ. നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പോ ഒരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാല്, ആക്ഷൻ മാസ് പടങ്ങളാണല്ലോ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടിക്കി ടാക്കയിലൂടെ നമുക്ക് അത്ര വലിയൊരു ഹിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ ടിക്കിടാക്കിലൂടെ ഒരു വലിയ ആക്ഷൻ സിനിമ കാണാൻ പറ്റും. വലിയൊരു ആക്ഷൻ, ഒരു വലിയ ഹിറ്റ് കാണാൻ പറ്റും എന്നുള്ളത് സിനിമ തിയേറ്റേഴ്സിൽ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ 100% ഞാൻ കൊടുക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ അതിനുവേണ്ടി മാക്സിമം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു ഷെഡ്യൂള് ഷൂട്ട് തുടങ്ങി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു വലിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് ആക്സിഡന്റ് ആയത്. പിന്നെ ഒരു 3-4 മാസം ഞാൻ വീൽ ചെയറിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ റിക്കവറിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇപ്പം ഇനി അടുത്ത ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ജിത്തു ജോസഫ് സാറിന്റെ ഒരു ഫിലിമാണ്. ഇന്ന് രാവിലെ പോസ്റ്റേഴ്സ് നിങ്ങൾ എല്ലാവരും കണ്ടു, മിറാഷ്. അപ്പൊ ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടിക്കി ടാക്ക ജോയിൻ ചെയ്യും. എന്റെ ഏറ്റവും നല്ല സിനിമകൾ ചെയ്തൊരു സംവിധായകനാണ് രോഹിത്. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ തന്നെ ഇരിക്കുന്നതാണ്. ഉടനെ പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് അവിടെ നിന്ന് ആ സുന്ദരി ആ കുട്ടി ഒന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഷെയ്ക്കാണ്ട് കൊടുക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. അല്ല, ചോദ്യം ചോദിക്കണ്ടേ? ആക്ടിവിറ്റി എങ്ങനെ പോവുകയാണ്? അവിടെ കോളേജിലുണ്ടായിരുന്നു. ഞാൻ കണ്ടു. രണ്ടാമത് കണ്ടുപിടുത്തപ്പോ ഡേ ആണൊക്കെ. മൂന്ന് റീസൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തിൽ അത്ര കോമൺ അല്ലാത്തൊരു ജോണറിലുള്ള ഒരു സിനിമയാണ്. നമുക്കെല്ലാം അറിയാവുന്ന, നമ്മൾ കണ്ടിട്ടുള്ള, ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എപ്പിസോഡ്. അതിന്റെ നമ്മുടേതായ വേർഷനാണ്. അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുവരെ ആരും ഇടാത്തൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു റീസൺ. പിന്നെ ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ, ഏറ്റവും ബ്രില്യൻ്റ് ആയ ഒരു കാസ്റ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോഫിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള അനശ്വര, മനോജേട്ടൻ, അങ്ങനെ ഇന്ദ്രൻ സേട്ടൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ ആദ്യം പറയേണ്ടതായിരുന്നു സ്ക്രീൻ പ്ലേ. ഞാൻ ഈ അടുത്ത് വായിച്ചതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഹൈ തന്നൊരു സ്ക്രീൻ പ്ലേ ആയിരുന്നു കിഷ്കിന്റെ കാണ്ഡം. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറെ കൂടെ തിയേറ്റർ എലമെന്റ്സ് ഉള്ള, കുറെ കൂടെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പോൾ ഇതാണ് 3 കാരണങ്ങൾ. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസിൽ ഞങ്ങൾ ഇത്രയും കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാറില്ല അല്ലേ? അല്ല, ഇവരെല്ലാം പേഴ്സണലി എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കേണ്ട. അതാണ് ശരിക്കും പുതിയ കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ഇന്റർവ്യൂവിനുള്ളതിനൊക്കെ ഒരു സ്ഥിരം ഫോർമാറ്റ് ഉണ്ട്. ഇതൊരു വെറൈറ്റി പരിപാടി അല്ലേ? വരൂ. ഇനി ചോദിക്കാനുള്ളവരെ പുറപ്പെട്ടോ നേരത്തെ? ചോദിച്ചോ. എൻ്റെ പേര് നവീൻ, തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ
2-3 വർഷമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാ, പക്ഷെ എനിക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ഒരു 2 വർഷം മുന്നേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി നമ്മൾ ഈ കടല പടമൊക്കെ ഫസ്റ്റ് വെച്ചോ പോടാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ടുപോയി പടം. അവൻ എത്ര വർക്കായില്ല. അതിന് ശേഷം തൊട്ട് അവൻ എന്നോട് ഈ ഇത് വിട്ടില്ല, ഇതന്നെയാണോ ചോദിച്ച് നടക്കണ്ടായിരുന്നു. 2 വർഷമായിട്ട് ഞാൻ ബ്ലോക്ക് വരെ ചെയ്തവന്. അത്രയും ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ ലാസ്റ്റ് ഇയർ കിഷ്കിന്ദ റിലീസായിട്ട് അവൻ പോയി ഫസ്റ്റ് ടൈം പോയി കണ്ടു. ഫസ്റ്റ് ടൈം മീൻസ് പടം ഒരു വട്ടം പോയി കണ്ടു, എന്നോട് പറഞ്ഞില്ല. 2ാമത് പോയി കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, ഹള്ളിയാ എന്താണ് ആൾ ചെയ്ത് വെച്ചത്. ഞാൻ ഉൾപ്പെടെയുള്ള ഫാൻസിലേക്ക് ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഒരു 1 വീക്ക് ശേഷമാണെന്ന് തോന്നുന്നത് നമുക്ക് ലെവൽ ക്രോസ് OTT റിലീസായി. അതും കണ്ടിട്ട് അവൻ സെയിം അഭിപ്രായം. അപ്പോൾ ഞങ്ങൾക്ക് ഫാൻസിനെ കിട്ടിയ ആ ഒരു മൊമെന്റ് ഉണ്ട് ലാസ്റ്റ് ഇയർ. അതേ പ്രൗഡ് മൊമെന്റ് നമുക്ക് ഈ വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ചിത്രത്തിലൂടെ. ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ശ്രമിക്കും, എപ്പോഴും ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. നിങ്ങൾക്ക് അത്രയും സന്തോഷവും അത്രയും പ്രൗഡ് മൊമെന്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരോട് ഇതുപോലെയുള്ള സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ഇത് നിർത്തിപ്പോയിക്കൂടെ എന്ന്. പക്ഷെ അത് നമ്മൾ മാറ്റി പറയിപ്പിക്കും, അല്ലെ? അതാണ് നമ്മുടെ ശീലം, നമ്മളത് ശീലം. താങ്ക് യു സോ മച്ച് ഇക്ക. എനിക്കിനി ഞാനൊരു ചോദ്യം ഇക്കയോട് ചോദിക്കുകയാണ്. അതായത് ഇക്ക ഇപ്പം സിനിമയിലേക്ക് ഒരു പുതിയ നടനായിട്ട് വന്ന ആ സമയത്ത് എപ്പോഴാണ് ഇക്കൊക്കെ ആദ്യമായിട്ടൊരു എനിക്കൊരു ഫാൻസ് അസോസിയേഷൻ, അതൊക്കെ ഒരു വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ലേ? ഏതായിരുന്നു ആ ഒരു മൊമെന്റ്? അപ്പൊ ഉണ്ടായൊരു ഫീലിംഗ് എന്തായിരുന്നു? അതൊരു ഭയങ്കര രസമുള്ള ഫീലിംഗ് ആയിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്നാണ് ആദ്യമായിട്ട് അങ്ങനെ നമുക്ക് അനീഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്തായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് വന്നത്. പക്ഷെ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നെങ്കിലും എനിക്കൊരു ഭയങ്കര ചമ്പൽ ഉണ്ടായിരുന്നു അതിനകത്ത്. അത്രയൊക്കെ ആയോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അവർ ഭയങ്കരമായിട്ട് അതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ചു. എൻ്റെ പേരിലൊരു പോസ്റ്റർ വരുന്നത് ഞാൻ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, സോറി, ഒരു പോസ്റ്റർ ഞാൻ അവിടെ കാണുന്നു. ചെങ്കൽച്ചൂളിലാണ്. ചെങ്കൽച്ചൂള. അത് കഴിഞ്ഞ് ആറ്റിങ്ങലായിരുന്നു വരുന്നത്. ചെങ്കൽച്ചൂളയുടെ പുറത്തൊരു വലിയ ഓഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ദഫ് എന്ന് പറഞ്ഞിട്ടൊരു കുടുംബം. ഇല്ലില്ല, അവർ 5ാം ക്ലാസ്സിൽ പഠിക്കണം. ഞങ്ങള് ദഫ് എന്ന് പറഞ്ഞ അതിനോട് ശരിക്കും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അത് പല സമയത്തും പല കളേഴ്സിൽ അത് വന്നിട്ടുണ്ട്. ഒരു സമയത്ത് അത് ഭയങ്കര ബ്രൈറ്റായി നിന്നു, പിന്നെ അത് ഡള്ളായി, വീണ്ടും അതിങ്ങനെ ജ്വലിച്ചു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഡൈ ഹാർഡ് ആസിഫ് ഫാൻസ് എന്ന് പറഞ്ഞ ദഫ് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഫാൻസ് അസോസിയേഷന്റെ ഒരു എമർജിംഗ് കഥ. ഈ കഥ നമ്മൾ എങ്ങും ഇതിനു മുമ്പ് കേട്ടിട്ടില്ല കേട്ടോ. താങ്ക് യു സോ മച്ച് ഇക്ക. മീനാക്ഷി, അതൊരു ഭയങ്കര ധൈര്യമായിരുന്നു. ഞാൻ തിയേറ്റേഴ്സിന്റെ പുറത്ത് ഫസ്റ്റ് ഡേക്ക് വേണ്ടിയിട്ടുള്ള തിരക്കും അവിടെ വരുന്ന കട്ടൗട്ട്സും ഒക്കെ വരുമ്പോൾ നമ്മള് ഈ സിനിമയിലൊക്കെ കാണൂല്ലേ മാജിക്കലായിട്ടുള്ള നമ്മൾ വന്നിറങ്ങുമ്പോൾ ഉള്ള ആൾക്കൂട്ടവും പടക്കം പൊട്ടിക്കലും, അതൊക്കെ ഒരു സിനിമാറ്റിക് വ്യൂവില് ഒരു ഓം ശാന്തി ഓം മൊമെന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്റെ പേര് അഞ്ജന. ഞാൻ ഭാരത് മാതാ കോളേജിലെ ചെയർപേഴ്സൺ ആണ്. സോ ഞങ്ങളുടെ കോളേജിൽ വന്നതിന് ആദ്യം തന്നെ ആസിഫിനോട് ഒരുപാട് താങ്ക്സ് പറയാണ്. നമ്മുടെ പിള്ളേരെല്ലാം അവിടെ മെസ്സേജ് ചോദിക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഫാൻസ് മീറ്റ് ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. അഞ്ജനയ്ക്ക് സമയമുണ്ടെങ്കിൽ ഞാനൊരു കഥ പറയാം. ഞാൻ അതായത് സിനിമയിൽ വരുന്ന സമയത്ത്, സിനിമയിൽ വന്ന സമയത്ത് സിനിമാ നടൻ എന്നുള്ള പേരുമാവും, കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ വരും. ഇപ്പൊ നമുക്ക് ബസ്സിലൊന്നും കയറാൻ പറ്റില്ല, നടന്ന് തന്നെ പോകണം പല സ്ഥലങ്ങളിലേക്കും. അപ്പൊ അങ്ങനെ ഉള്ളൊരു സമയം ഞാൻ വീട്ടിൽ നിന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയോണ്ട് എൻ്റെ അങ്ങനെ ഭയങ്കര പൈസ ഒന്നുമില്ല. അപ്പൊ എന്നെ ഫസ്റ്റ് വിളിക്കുന്ന ഒരു കോളേജ് ഫംഗ്ഷന് വേണ്ടി വിളിക്കുന്ന ഭാരത് മാതയെന്നാണ്. അപ്പൊ ഞാൻ അന്ന് ഫോൺ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്താണുള്ളത്, അപ്പൊ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരാൻ കുറച്ച് ചെലവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, ട്രാവൽ എക്സ്പെൻസ് ഞങ്ങൾ മീറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു.
അങ്ങനെ അപ്പൊ ഞാൻ താമസിക്കുന്ന പാലാരിവട്ടത്തെ എന്റെ റൂമിലാണ്. അവിടെ ഞാൻ ഈ 20,000 റുപ്പീസ് ഇതിന് ട്രാവൽ എക്സ്പെൻസ് മേടിച്ചിട്ട് ഞാനൊരു കാർ റെന്റിന് എടുത്തിട്ട് ഭാരത് മാതയിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. പക്ഷെ ആസിഫ് അലി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അതിനെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടാണ് എപ്പോഴും ഡീൽ ചെയ്യാറ്. എപ്പോ നോക്കിയാലും ഒരു കുടുംബത്തെ പോലെ കണ്ട് എപ്പോഴും എന്താണെങ്കിലും ഒരു മറുപടി എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് എടുത്ത് കൊടുക്കാറുള്ളത്. അത് എങ്ങനെയാണ് ഇക്കാനെ കൊണ്ട് സാധിക്കുന്നത്? പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല അത്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ അത്ര നല്ല മനുഷ്യനൊന്നും അല്ല. ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഹെയ്റ്റ് കമന്റ്സ് വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അത് കാര്യം എനിക്കത് പല സമയത്തും നമ്മളെ പറ്റി മോശമായിട്ട് ആളുകൾ പറയുമ്പോൾ വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ ചിലപ്പോൾ ഒരു മറുപടി കൊണ്ട് അയാൾക്ക് എന്നോടുള്ള ദേഷ്യം മാറിയേക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അല്ലാതെ ഭയങ്കര പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഭയങ്കര നന്മയായിട്ടുള്ള ഒരാളൊന്നും അല്ല ഞാൻ കേട്ടോ. താങ്ക് യു സോ മച്ച്. Thank you, my dear chairperson. Next, anybody else to ask question? Yes. നിങ്ങൾ ഈ ഇവന്റ് കഴിഞ്ഞ് വന്ന ഭാരത് മാതാ സ്റ്റുഡൻസിന് ഒരുപാട് താങ്ക്സ്. അസുഖ, ഞാൻ മലപ്പുറം മഞ്ചേരിയാണ്. പറയും. ഓർമ്മ ഉണ്ടാവും, നമ്മള് കാലിക്കറ്റ് കണ്ടിരുന്നു. കാലിക്കറ്റ് ഫാമിലിയായിട്ട് വന്നിരുന്നു. ശരി. ഫോട്ടോ ഒക്കെ എടുത്ത് പോയി നമ്മൾ. അപ്പോൾ ആസിഫ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4 പോലീസ് സ്റ്റേഷനത്തെ ചെയ്തിട്ടുണ്ട്. ഇത് 5ാമത്തെ പോലീസ് കേസുമാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഈ സിനിമ ഉള്ളത്? അതായത് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ത്രില്ലർ മൂഡായി കണ്ടാണ് തോന്നിയത്. ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ എന്നുള്ളതിനേക്കാളും ഒരു ഡ്രാമ എന്നാണ് ജോഫിൻ ഈ സിനിമയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നാണ് ജോഫിൻ പറയുന്നത്. പിന്നെ ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ ക്യാരക്ടേഴ്സ് എല്ലാവരും ഡിഫറൻസ് ആകുമ്പോൾ ക്യാരക്ടേഴ്സ് എല്ലാം ഡിഫറെന്റ് ആകുമ്പോൾ ഡിഫറൻസ് ഇതിലും ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ തലവനിൽ ചെയ്തതിനേക്കാളും കൂമനിൽ ചെയ്തതിനേക്കാളും കുറ്റവും ശിക്ഷയും ചെയ്തതിനേക്കാളും ഒക്കെ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ പോലീസുകാർക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവവും ഈ പോലീസുകാരനുണ്ട്. അപ്പൊ അത്രയും വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ എനിക്കറിയില്ല, അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്ത് വ്യത്യസ്തത ഫീൽ ചെയ്തിട്ടുണ്ട്. 2024 പോലെ തന്നെ 2015 ഞങ്ങളുടെ ഫാൻസിനെ അഭിമാനിക്കുന്നൊരു വർഷമായിട്ട് 50 കോടി ഉണ്ടോ എന്ന് ചോദിച്ച ഫാൻസായിട്ട് മുന്നിൽ ഈ അതുകൊണ്ട് ഈ വർഷം ഒരു 100 കോടി ക്ലബിൽ നമ്മൾ കയറുന്നത് ഞങ്ങൾ ഫാൻസായിട്ട് വിശ്വസിക്കുന്നു. അത് ടിക്കറ്റാക്കയിൽ ഞങ്ങൾ കോൺഫിഡൻസ് നൽകുന്നുണ്ട്. ഒരു വലിയ വെല്ലുവിളി തന്നിട്ട് പോവുകയാണല്ലേ. എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കൂട്ടത്തെ ആക്ച്വലി ഇക്ക കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് പറഞ്ഞതുപോലെ ഇക്കാന്റെ താനാ സേത കൂട്ടം എന്ന് വേണമെങ്കിൽ വിളിക്കാൻ. ഇവർ തരുന്ന ഈ ഒരു സ്നേഹം ഓഫ് കോഴ്സ് ആ ഒരു ലവ് ഉണ്ടാകും. ബട്ട് അറ്റ് ടൈംസ് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. പക്ഷെ അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്, ഡെഫിനറ്റ്ലി ആണ്. അതുപോലെ തന്നെ അതൊരു മോട്ടിവേഷനും അല്ലേ. ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത്രയും പേര് നല്ല സിനിമകൾ ഞാൻ ചെയ്യുന്നതും ഞാൻ ഒരു വിജയം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ വലിയൊരു മോട്ടിവേഷനാണ്. അപ്പൊ അത് തന്നെയാണ് പല സമയത്തും ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് വന്ന പല കോമന്റ്സും പല ചീത്തവിളികളും തന്നെയാണ് നല്ല സിനിമകൾ ചെയ്യാൻ ഉള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ തന്നത്. അപ്പൊ അത് വേണം. ഇങ്ങനെ ഒരു കൂട്ടം എല്ലാവരുടെയും പുറകിലുണ്ടാകണം. അത് നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും നമ്മുടെ ഫാമിലിയുടെ രൂപത്തിലും ഫ്രണ്ട്സിന്റെ രൂപത്തിലും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയ ഫാമിലിയും വലിയ ഫ്രണ്ട്സും ഉണ്ട്. അതാണ് എന്റെ ധൈര്യം. ഇങ്ങനെ എല്ലാത്തിനും കൈയടിക്കണമെന്നില്ല. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൈയടിച്ചാൽ മതി. ഇനി അടുത്തതാരാണ് ചോദ്യം ചോദിക്കാനുള്ളത്? ഇതില് എന്തായാലും മറ്റേ ഇനി 6 എന്താണ് വേവോളം കാക്കാക്ക് പിന്നെ 6 കാത്തോടെ മറ്റന്നാൾ രാവിലെ അറിയാം ഈ സിനിമയിൽ മമ്മൂക്ക ഉണ്ടോ
മമ്മൂക്ക AI ആയിട്ട് വരുന്നുണ്ടോ അതോ ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ തിയേറ്ററിൽ വന്ന് കാണുന്ന നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ പറയും. All right. അപ്പോൾ here's one more person to ask you a question. Hi. എൻ്റെ പേര് അഫ്സൽ എന്നാണ്. ഞാൻ നെടുമങ്ങാട് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഫാൻസ് മീറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു മൊമെന്റ്, ഈ ഒരു വർഷം ഒരുപാട് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു. കുറേ പേര് ഇവിടെ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ജോലിയിൽ നിന്ന് ഒരു ഹാഫ് ഡേ എടുത്ത് വന്നത് അവരെയൊക്കെ കാണാനായിട്ട്. ഈ അനീഷുമാര് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ച് ഈ ഹണീബി കഴിഞ്ഞ ചേരത്ത് അവർ തന്നൊരു ഊർജ്ജമുണ്ട്. അവരുടെ പിറകെയാണ് നമ്മൾ ലൈനപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ കുറച്ച് പേരെ ഞാനിവിടെ കണ്ടു. വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ദാഫ് ആർമിയെ. ആ ഗ്രൂപ്പുകള്, നമ്മുടെ സിനിമകൾ വരുമ്പോൾ ഉള്ള ഡിസപ്പോയിന്റ്മെന്റ്സ്, അത് കഴിഞ്ഞൊരു ഹിറ്റ്, ഒരു ലോ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹൈ വരുമ്പോൾ എനിക്കായിരുന്നു നമ്മൾ അടിക്കും, അടുത്ത പടം അടിക്കും, അതിനുള്ള പ്രിപ്പറേഷൻസ് ഒരുപാട് മിസ് ചെയ്തു. അത് കാരണമാണ് ഞാൻ ഓടി ഈ ഒരു ഫംഗ്ഷൻ എത്തിച്ചേർന്നത്. ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ പോലീസ് സ്റ്റോറീസ് ഇങ്ങനെ ഹിറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പോലീസ് ബേസ് ചെയ്തുള്ള സ്റ്റോറീസ് വരുന്നു, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാനായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ടോ അങ്ങനെ ചെയ്യുന്നതിൽ? എന്തെന്നറിയില്ല, എൻ്റെ അടുത്തേക്ക് കൂടുതലും വരുന്നത് ഇപ്പോൾ ത്രില്ലർ സിനിമകളാണ്. പോലീസ് വേഷങ്ങൾ ഞാൻ തലവന് ശേഷം ഒരു ഗ്യാപ്പ് ഇടണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണുള്ളത്. പക്ഷെ തലവന് മുന്നേ ഞാൻ കേട്ട് കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണിത്. ഈ സിനിമയും ഈ ഇതിലെ ക്യാരക്ടറും മിസ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് വീണ്ടും പോലീസ് വേഷം ചെയ്തത്. അപ്പൊ അത് ചില സിനിമകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് എങ്ങനെയെങ്കിലും സംഭവിച്ചാൽ മതി എന്ന് തോന്നുമല്ലോ. എനിക്ക് അത്രത്തിൽ ഫീൽ ചെയ്തൊരു സിനിമയാണ്. ഇനി ഉടനെ ഒരു പോലീസ് വേഷം ചെയ്യില്ലെന്നാണ് ആഗ്രഹം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു നോ പറയാൻ പറ്റാത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ വന്നു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യും. താങ്ക് യു. Thank you so much. Anyway, Rekha Chitram is coming to you on theaters on January 9th. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. Here you go with the mic. ഹായ്, എൻ്റെ പേര് അജ്മൽ, തൃശ്ശൂരിൽ നിന്നാണ്. ഈ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഇതൊക്കെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ സൺഡേ ഹോളിയുടെ സക്സസ് സെലിബ്രേഷൻ തൃശ്ശൂർ ശോഭ സിറ്റി മാളില് ഉണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. അതിൽ കവിളത്ത് ഒരു പയ്യ ഉമ്മ തന്നത് ഓർമ്മ ഉണ്ടോ? ഓഹോ, ആ പയ്യനൊക്കെ വളർന്നു വലുതായി. ഇല്ലല്ലേ? ഓക്കെ. അപ്പൊ ഇക്കാനെ കാണുമ്പോ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഓർമ്മ വരുന്നത്. എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷയാണ്, അതായത് നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട്, ഓക്കെ, പെർഫോമൻസ് ഉണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ പ്രമേയം പോലൊരു സിനിമ, ഇയോബിന്റെ പുസ്തകം പോലൊരു സിനിമ ഒക്കെ ഇക്ക് ഒഴിവാക്കുകയാണ്. അങ്ങനെ ചെയ്യരുത് പ്ലീസ്. മലപ്പുറം ഒഴിവാക്കുന്നതല്ല, ഞാൻ ഇപ്പൊ ഇയോബിന്റെ പുസ്തകം ഒഴിവായത് ആം ടോണി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ 2 സിനിമയും കമ്മിറ്റ് ചെയ്ത് വെച്ചാൽ 2 പേർക്കും ബുദ്ധിമുട്ടാവും. അപ്പൊ എന്റെ ഒരു സെൽഫിഷ്നെസ് കാരണം ആ സിനിമയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. പിന്നെ അത് ഹിറ്റാവും എന്ന് ഉറപ്പുള്ള സിനിമകൾ മിസ്സാവാതിരിക്കാൻ എല്ലാ നടന്മാരും എല്ലാ ആക്ടേഴ്സും ശ്രമിക്കാറ്. ഇനി അങ്ങനെ മിസ്സാവാതെ നോക്കാം. പക്ഷെ ഇപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ളതില് ഒഴിവാക്കിയ പടങ്ങളൊക്കെ ഗംഭീര സിനിമകളും അതെടുക്കുന്നത് അതിന് താഴെയുള്ള സിനിമകളാണ്. അപ്പൊ ഇനി അങ്ങനെ നമ്മള് അങ്ങനെ അതിനെ ബീറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് നമ്മൾ ഫാൻസിന് ആഗ്രഹം. എല്ലാ ചോറിലും പേരെഴുതിയിട്ടുണ്ട്, ആ അരി നമ്മുടെ വായി തന്നെ വരും. 2024 എനിക്ക് ഇക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ലെവൽ ക്രോസ് ആണ്. ഓ, താങ്ക് യു. കിഷ്കിന്ദാകാന്ഡത്തിനേക്കാൾ ലെവൽ ക്രോസ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്നറിയാം? അടിയോ സമീപം. അത് ഞാൻ ഒത്തിരി ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറും അടിയോ സമീപമാണ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Thank you so much. ഭാരത് മാതയിൽ നിന്ന് വന്ന കുട്ടികൾക്ക് വീട്ടിൽ പോകാൻ സമയമായെങ്കിൽ പോയിക്കോണേ. കോളേജിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. കണ്ടോ, ഹീസ് എ റെസ്പോൺസിബിൾ. ആ ഒരു അച്ഛന്റെ ഒരു ഇൻസ്റ്റിങ്സ്, ഒരു ചേട്ടന്റെ ഇൻസ്റ്റിങ്സ് സമയത്ത് വീട്ടിൽ പോകണം. ഇതിനെന്താ പറയാൻ അല്ലെങ്കിൽ ഇപ്പൊ അതിന് നേരെ നമ്മൾ തിരിച്ചിടും, വൈബ് തന്നാലും നമ്മൾ പറയാറുണ്ട്. യെസ്. എനിവേ, ഇനി എന്തായാലും ഇക്കയെ കാണാനായിട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇക്ക ഇപ്പൊ ഇവിടെ നേരത്തെ ഇക്കയുടെ വൺ ഓഫ് ദ ഫാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കരിയറിൽ ഒരു റൈസ്, പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് താഴേക്ക് പോകും. അപ്പൊ ഇങ്ങനെ വീണ്ടും ആ ഒരു റൈസിന് കാരണമാകുന്ന ഒരു ഡയറക്ടറാണ് ഇദ്ദേഹം. ചെയ്തിട്ടുള്ള 4-5 ഫിലിംസിൽ ഓൾമോസ്റ്റ് മെജോറിറ്റി യു ആർ ദ ഹീറോ.
യു നോ അല്ലേ? അപ്പം നമുക്ക് ഒരുമിച്ച് വിളിച്ചാലോ ഇക്ക? ലെറ്റ്സ് വെൽക്കം ദി വൺ ആൻഡ് ഓൺലി ജിസ് ജോയ്. അപ്പം ഇതിപ്പോ ഡബിൾ പാക്കേജ് ആയിരിക്കുകയാണ്. പുറത്ത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഡയറക്ടർ കൂടി ആസിക്കേനെ കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് അദ്ദേഹത്തെ പറ്റിയിട്ട് നമ്മളിവിടെ സംസാരിച്ചിരുന്നു. ഇനി അദ്ദേഹവുമായിട്ടാണ് ഇക്കാന്റെ വളരെ പ്രതീക്ഷയായിരുന്നു നമ്മളൊരു ചിത്രം ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ കൈഡിയോട് കൂടിയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ജീറ്റോ ജോസഫ്. എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം ഞാൻ ആസിഫുമായിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് കൂമനായിരുന്നു. അത് നിങ്ങളെല്ലാവരും നീട്ടി സ്വീകരിച്ചു. വളരെ സന്തോഷം. അതൊരിക്കലും ഞാൻ മറക്കില്ല. പക്ഷേ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ അതിനു മുമ്പ് ആസിഫിനെ കുറിച്ച് പല കഥകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പം സിനിമയിൽ അറിയാമല്ലോ, കഥകൾക്ക് പഞ്ഞമില്ല. നേരിട്ട് എക്സ്പീരിയൻസ് ഇവിടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത്. ഫസ്റ്റ് സിനിമ കഴിഞ്ഞ്, കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ലാൽ സാറിൻ്റെ കൂടെ ഒത്തിരി പടം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയും, അദ്ദേഹത്തെ നമ്മളെല്ലാവരും വിളിക്കും. ഞാൻ അതുപോലെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു ആക്ടറാണ് ആസിഫ് അലി. ഇത് ഡയറക്ടേഴ്സ് ആക്ടർ. അദ്ദേഹത്തിൻ്റെ സിനിമ കാഴ്ചപ്പാടുകളുണ്ട്, സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ സജഷൻസ് പറയും, അതെല്ലാം ഉണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ആ ഡയറക്ടറിൽ ഒരു വിശ്വാസം അർപ്പിക്കുകയാണ്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്, ഒരു സമാധാനമാണ്, സന്തോഷമാണ് ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ആസിഫുമായിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ എന്നുള്ള വളരെ ആഗ്രഹമാണ്. ഒൺലി തിങ് നമുക്ക് അതിന് പറ്റിയ ഒരു സബ്ജക്റ്റൊക്കെ കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് ഈയിടെ വന്നു. ഞാൻ ആസിഫിനോട് ഇന്ന് കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് കൂമൻ ചെയ്തപ്പോഴും ഇപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഭയങ്കര ഒരു ക്രേവിങ് ഉണ്ട്, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. ഞാനിപ്പോൾ കൂമൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് എൻ്റെ അസോസിയേറ്റ് അർഫാസ് എന്നോട് കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു ക്യാരക്ടറൈസേഷൻ, നല്ലൊരു സിനിമ. അപ്പം ഞാൻ ആസിഫിനോട് ഞാൻ പറയാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. നമ്മൾ കാന്തല്ലൂർ ആ റൂമിലിരിക്കുമ്പോൾ ആസിഫ് ഇനി കയറി വരുന്നു, പുറകെ അർഫാസ് കയറി വരുന്നു. ആസിഫിൻ്റെ മുഖം ചേട്ടാ ഇടിവെട്ട് സബ്ജക്റ്റാന്ന് പറഞ്ഞ് ഉഗ്രം ക്യാരക്ടറൈസേഷൻ. അപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് ചെയ്യാനുള്ളൊരു ക്രേവിങ് ഉള്ള ഒരു ആക്ടർ. അതിനേക്കാളേറെ ഞാൻ പറയുന്നൊരു ഒരു ഇതുണ്ട്. ഞാൻ കഴിഞ്ഞൊരു ലെവൽ ക്രോസിൻ്റെ എഴുതിനകത്തുണ്ട്, ഈസ് എ ഡയറിങ് ആക്ടർ. ഇവിടെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ഹാപ്പി ടു ബി ഹിയർ ആൻഡ് ഐ ആം ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം അഗൈൻ. താങ്ക് യു ചേട്ടാ. ശരിക്കും എനിക്ക് കൂമൻ കഴിഞ്ഞ് രണ്ടാമതൊരു വിളിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരിക്കുമ്പോഴാണ് ജിത്തു ചേട്ടൻ വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് 2025 ഏറ്റവും നല്ല സന്തോഷം അതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ തന്നു. ഈ സിനിമ മിറാഷ് ഇന്നലെ അനൗൺസ് ചെയ്തു. അപ്പോൾ ഷൂട്ട് ഞങ്ങൾ ഈ മാസം പകുതിയോടുകൂടി ആരംഭിക്കും. അപ്പോൾ കൂമനേക്കാളൊക്കെ ഒരുപാട് മുകളിലുള്ള വലിയൊരു നല്ല സൂപ്പർ ഹിറ്റ് സിനിമയാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ്. ജിത്തുചേട്ടൻ്റെ കൂടെ എപ്പോഴും ജിത്തുചേട്ടൻ്റെ ഒരു കംപ്ലീറ്റ് ക്രൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും വരുന്ന ഒരു ഫാമിലി ഫീലുള്ള ഒരു ക്രൂ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ആ കുടുംബത്തിലേക്ക് കൂമനിലൂടെ ഞാൻ കയറി. ആ വീട്ടിൽ എനിക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട്. ജിത്തുചേട്ടൻ എന്നോട് എപ്പോഴും പറയും നമ്മൾ എവിടെ വെച്ചാൽ കാണുന്നത്. അപ്പൊ ഞാൻ ചേട്ടാ ഞാൻ വീട്ടിലേക്ക് വന്നാൽ കുഴപ്പമുണ്ടോ, അത് നീ അങ്ങനെ ചോദിക്കണേ, നിനക്ക് എപ്പോഴും എന്റെ വീട്ടിലേക്ക് വരാം, എപ്പോ വന്നാലും കട്ട്ലറ്റ് തരും എന്ന് എന്റെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ ആ ഒരു സ്പേസ് തന്നാലും ചേട്ടാ ഇത്ര എഫേർട്ട് ഇട്ട് ഇവിടെ വന്നതിലും എനിക്ക് ഒരുപാട് നന്ദി. ഇത് ഭയങ്കര ഫോർമൽ ആയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ആക്ച്വലി ഞാൻ വരാൻ ആഗ്രഹിച്ച എന്നെ വിളിച്ച എനിക്കിവിടെ നവീൻ എന്നോട് ഇങ്ങനെ ചേട്ടാ ഒരു പരിപാടി ഉണ്ട് ഇട്ടിട്ട് ഉരുട്ടുവാ. ഞാൻ ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ചേട്ടനൊന്നും ഞാൻ പറയാം തീർച്ചയായിട്ടും ഞാൻ പറയാം. അതിനെ വളരെ സന്തോഷം തന്നെയുണ്ട്, എനിക്ക് വളരെ സന്തോഷമുള്ളൂ. പിന്നെ ഇനിയുണ്ട് കേട്ടോ കഥകൾ പറയാൻ. ഇവരൊക്കെ എന്നോട് ചോദിക്കുന്നു ജോർജ് കുട്ടിയുടെ കേസ് ഗിരി അന്വേഷിക്കാൻ വേണ്ടി. അല്ല, ജോർജ് കുട്ടിയുടെ കാര്യത്തിന് തന്നെ ഒരു തീരുമാനമായിട്ടില്ല, അതിനൊരു തീരുമാനമായിട്ട്. പിന്നെ ഒരു കാര്യം തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ജോഫിനുണ്ടോ അവിടെ ആണോ? ഞാൻ ഇതിൻ്റെ പോസ്റ്റേഴ്സും ഇതുമൊക്കെ കണ്ടു, ട്രെയിലറും ഒക്കെ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ടും ഞാനത് എക്സൈറ്റഡ് ആയി. എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരുപാട്. ഐ എം ഷുവർ ഇറ്റ്സ് ഗോണ ബി എ ബിഗ് ഹിറ്റ്.
നമസ്കാരം. ഒരു നമസ്കാരം പോലും പറയാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ എല്ലാവർക്കും വരും. അപ്പോ ജിത്തു ആസിഫ് എന്ന അഭിനേതാവിന്റെ പാഷനെ കുറിച്ചും പുതിയ കഥാപാത്രങ്ങൾ കണ്ടെത്താനുള്ള അതിനോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ മേഖല ടച്ച് ചെയ്യുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ആസിഫിന്റെ ഒരു കുടുംബാംഗം, കൂട്ടുകാരൻ, ഒപ്പം ആസിഫ് അലിയെ വെച്ച് ഏറ്റവും അധികം സിനിമകൾ എടുത്തിട്ടുള്ള 2 സംവിധായകരിൽ ഒരാൾ എന്നുള്ള രീതിയിലാണ്. ബൈസിക്കിൾ തീവ്സ് 2013 ഞങ്ങൾ ഒന്നിക്കുന്നത്. അന്ന് മുതൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ആസിഫ് അലിയോടൊപ്പം നിൽക്കുന്ന ആസിഫ് അലിയുടെ ഫാൻസ് എന്ന് ഞാൻ വിളിക്കുന്നില്ല, ഫ്രണ്ട്സ്. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് ഒട്ടും നിങ്ങളെ മുൻപിൽ ഇപ്പം ഇങ്ങനെ ഒരു വേദിയിൽ അത് പറഞ്ഞ് കൈയടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ഒരാളെന്ന രീതിയിൽ ആസിഫിന്റെ എല്ലാ അവസ്ഥകളും ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അപ്പോഴൊക്കെ വിജയത്തിലും പരാജയത്തിലും അവഹേളനയിലും ഒക്കെ ആസിഫിനോടൊപ്പം നിന്നതിന് നിങ്ങൾ അടിച്ച കൈയടി ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് മേടിക്കാൻ അതൊരു ചെറിയ കാര്യമല്ല. ആസിഫ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആസിഫ് അലി ഒരു ഗുഡ് ബുക്കാണ്. സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, സിനിമയിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അവർക്ക് മാത്രമല്ല ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ലെവലിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെടാവുന്ന സ്വന്തമായിട്ടൊരു മാർക്ക്, ഒരു അടയാളം ഉണ്ടാക്കണം ജീവിതം കൊണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഗുഡ് ബുക്കിന്റെ പേരാണ് ആസിഫ് അലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിനൊന്നാമത്തെ കാര്യം അദ്ദേഹം ആൾക്കാരെ ഡീൽ ചെയ്യുന്ന രീതി. ഇപ്പൊ എന്റെയൊക്കെ അടുത്തേക്ക് ഒരാൾ പരിചയപ്പെട്ട് വരുമ്പോൾ ഞാൻ കീറി മുറിച്ച് പരിശോധിച്ചിട്ടാണ് ഒരാളെ എന്റെ സ്നേഹിതനാക്കുന്നത്. ആസിഫ് അലി അങ്ങനെയല്ല, വരുന്നതെല്ലാം എടുക്കും. എന്നിട്ട് ആസിഫിന്റെ ഒരു രീതിയിലേക്ക് അവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വല്ലാത്ത മാജിക് ബുക്കാണ് ആസിഫ്. അപ്പൊ അതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു ഗുഡ് ബുക്ക് എന്ന് പറയാൻ കാരണം അതൊരു നല്ല ആക്ടർ എന്നതിനപ്പുറം ഒരു നല്ല മനുഷ്യൻ. നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഒരു സിറ്റുവേഷൻ, ഒരു ചെറു പുഞ്ചിരി കൊണ്ട് പോലും അല്ലെ, നമ്മൾ ആ പുഞ്ചിരിയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പുഞ്ചിരികൾ എന്നും നമ്മുടെ ചുണ്ടിൽ ഉണ്ടാവട്ടെ, എന്നും അത് സമാധാനം കൂടുതലാക്കി ഉണ്ടാക്കട്ടെ, എന്നും ഇപ്പോൾ ഉള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹത്തോടുകൂടി ആസിഫ് അലിയെ നിങ്ങൾ പറ്റിപ്പിടിച്ച് നിൽക്കട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും രേഖാചിത്രത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജോഫിൻ സാർ ഓൾസോ ഹിയർ, സോ ഹാർട്ടി വെൽക്കം. അപ്പം സാർ സംസാരിക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ സാൻഡ് ആർട്ട് റെഡി ആയിട്ടുണ്ട് ആസികയ്ക്ക് വേണ്ടിയിട്ടുള്ള. സോ ഐ തിങ്ക് ദിസ് ഇസ് എ പെർഫെക്റ്റ് മൊമെന്റ്. നമ്മുടെ 3 ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആസികയുണ്ട്. അപ്പം കാശിനാഥ്, യു ആർ റെഡി ടു ഷോകേസ് യുവർ ആർട്ട്? അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു വലിയ കൈയടി കാശിനാഥിന് കൊടുക്കാം. ആസികയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു സാൻഡ് ആർട്ടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്.
താങ്ക് യു. താങ്ക് യു സോ മച്ച് കാശിനാഥ്. അപ്പോൾ രേഖാചിത്രം പോസ്റ്ററിലെ താങ്ക് യു സോ മച്ച് കാശിനാഥ്. ഓ കയ്യിൽ മൊത്തം പശയും സാധനമാണ്, എന്നാലും ഒരു കലാകാരനെ നമ്മൾ അംഗീകരിക്കണം. അപ്പം രേഖാചിത്രത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടർ, അത് ആസിക ചെയ്യുന്ന ക്യാരക്ടറുടെ പടമാണ് കാശിനാഥ് ഇവിടെ തീർത്തിരിക്കുന്നത്. അല്ലെ കുറച്ച് നേരം അല്ലേ ആസിക? ഞങ്ങളൊക്കെ 5 വർഷം എടുത്താലും ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡയറക്ടേഴ്സ് കോൺക്ലേവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാവുന്നതാണ്. അപ്പം ആ ഒരു ഡിസ്കഷനിൽ ഞാനൊരു ഇന്ററപ്ഷൻ ആകുന്നില്ല. അപ്പം രേഖാചിത്രത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജോഫൻ ടി ചാക്കോയ്ക്ക് ഞാനൊരു ഒഫീഷ്യൽ വെൽക്കം പറയുകയാണ്. January 9th നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് യുവർ സെക്കൻഡ് ഫിലിം. ആസിക വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഫാൻസ് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജോഫൻ ചേട്ടൻ വരുമ്പോൾ അതിനുള്ള ഉത്തരം തരുന്ന ആസിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അബൌട്ട് ദ മൂവി ഓൾസോ നിങ്ങളുടെ രണ്ടുപേരും എടുത്തപ്പോൾ രേഖാചിത്രത്തിന്റെ ട്രെയിലർ ടീസർ എല്ലാം നിങ്ങൾ കണ്ടല്ലോ. എന്താണ് അഭിപ്രായം എന്നൊക്കെ ഒന്ന് നമ്മളെടുത്ത് ഒന്ന് ഷെയർ ചെയ്യണം പ്ലീസ്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഒന്നാമത് കുറച്ച് ടെൻഷനിലാണ്. മറ്റന്നാൾ റിലീസാണ്. അതിൻ്റെ ഒപ്പമാണ് ഞാനിപ്പോൾ സ്റ്റേജിൽ കയറി ഇരിക്കുന്നത്. ഞാൻ മലയാളത്തിൽ ഇപ്പോൾ ഗംഭീര സിനിമ ചെയ്തിട്ടുള്ള 2 സംവിധായകർ, ആസിക്കയെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള, ഇനി ആസിക്കയുടെ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളുടെ സംവിധായകർ, അങ്ങനെ എന്താ പറയുക, ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. 9-ാം തീയതി മറ്റന്നാൾ റിലീസാണ് സിനിമ. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ബുക്കിംഗ് ഒക്കെ തുടങ്ങി. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നിസാറിന് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് ഞാൻ പറയുന്ന ഒരാൾ നിസാറോടാണ്. 2018 ഞാൻ ഈ കഥയുടെ ഒരു ബേസിക് ഐഡിയ ജിസാറോട് പറയുന്നത്. ജിസാറിൻ്റെ ആദ്യ സിനിമയായിട്ടുള്ള ബൈസൈക്കിൾ ദിവസം തന്നെയാണ് എൻ്റെ ആദ്യ സിനിമ. ഞാനതിൽ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്തത് സാറിനൊപ്പമാണ്. ആ സിനിമയുടെ നായകനായിരുന്നു ആസിക. ഇപ്പോൾ അതിനുശേഷം ഞാൻ 2018 ആദ്യമായിട്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കഥ കിട്ടിയ സമയത്ത് അന്ന് ജിസാറിനത് ആദ്യം പറഞ്ഞു. പക്ഷേ ഇതിനൊരു ആദ്യ സിനിമയായിട്ട് ചെയ്യാൻ കുറച്ചധികം പണിയുള്ളൊരു സിനിമയായിരുന്നു ഇത്. അതുകൊണ്ടാണ് ആ സിനിമ പിന്നെ 2ാമത്തെ സിനിമയായിട്ട് മാറിയത്. ഇതൊക്കെയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. 9-ാം തീയതി തിയേറ്ററിൽ സിനിമ കാണാതെ ബാക്കി സിനിമ സംസാരിക്കട്ടെ. ഒരുപാട് പുതുമകളുള്ള സിനിമയാണ്. ഒരു 1.5 ദിവസം കൂടെ കാത്തിരുന്നത് എനിക്ക് കാരണം അന്ന് ജോഫിന് എന്നോട് കഥ പറയുമ്പോൾ ഞാൻ വിജയ് സൂപ്പറും പൗർണമി ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് അതിന്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എന്റെ റീസൺ. ഒരുപാട് എക്സൈറ്റ് ചെയ്തിട്ടുള്ള കഥയാണ് രേഖാചിത്രം. അന്നും പേര് രേഖാചിത്രം തന്നെയായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ കഥയുടെ ബേസിക് ഐഡിയ വന്നപ്പോൾ തന്നെ കിട്ടിയൊരു പേരാണ് രേഖാചിത്രം എന്നുള്ളത്. അതിനെന്തുകൊണ്ട് രേഖാചിത്രം എന്ന പേര് എന്നുള്ളത് സിനിമ ആണോ നിങ്ങൾക്ക് ഉറപ്പായിട്ടത് മനസ്സിലാവും. ഇതിലൊരു ഡയലോഗുണ്ട്, സിനിമ നിങ്ങൾക്ക് എന്തെങ്കിലും കാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് അത് എത്തും എന്നുള്ളത്. അത് വളരെ സത്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ജീത്തു സാറിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അല്ലല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദൃശ്യം. സാർ എന്താണ് പറഞ്ഞത്, ഞാൻ കൂമനിലാണ് നമ്മൾ ആസിക്കേന്റെ കണ്ണിന്റെ ആ ഒരു യുനോ ആസ് എൻ ആർട്ടിസ്റ്റ് അതിനെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് നമ്മളത് റോഷാക്കിൽ കണ്ടു. അപ്പം എവിടെ നിന്നായിരുന്നു ജീത്തു സാറിന് ആ ഒരു ഐഡിയ വന്നത്? ഓക്കെ, ലൈക്ക് ഐ ക്യാൻ യൂസ് ആസിഫിന്റെ കണ്ണ് ഇൻ ദിസ് പെർട്ടിക്കുലർ വേ എന്നുള്ള രീതിയിൽ ഐഡിയ വന്നപ്പോഴാണെന്നും ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയാമല്ലോ. നമ്മളിപ്പോൾ അതിനകത്തൊരു ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ. ആ ക്യാരക്ടർ ഒരു പോലീസുകാരൻ ഭയങ്കര ഇന്റലിജന്റ് ആണ്, ഭയങ്കര സിൻസിയറാണ്. പക്ഷെ എവിടെയെങ്കിലും അയാളെ കൊണ്ട് പ്രൊവോക്ക് ചെയ്യോ മത്സരബുദ്ധിയോടെ പിന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതെപ്പോഴും എനിക്ക് തോന്നുന്നത് കൂടുതലും ഒരാളുടെ ഇമോഷൻസ് ഫസ്റ്റ് ഒരു പക്ഷെ കിട്ടുന്നത് കണ്ണുകളിലായിരിക്കും. അതൊരു പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. ആസ് ആൻ ആക്ടർ അത് ആസിഫിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആസിഫ് അത് നന്നായിട്ട് അത് പെർഫോം ചെയ്തു. ഞങ്ങളത് യൂട്ടിലൈസ് ചെയ്യുന്നു. അതാണ് എൻ്റെ ജോലി. പിന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മളൊരു ക്യാരക്ടറൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പക്ഷെ ആ കണ്ണുകൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ കണ്ണുകൾ അങ്ങനെ എടുത്ത് യൂസ് ചെയ്യുക അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ആസ് എ ഹോൾ നമ്മൾ മാനറിസവും പല കാര്യങ്ങളിലും നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. നമ്മളത് ചെയ്തു. അതിനകത്ത് കണ്ണുകളിൽ തരുന്നത് ഒരു എന്താ പറയുക, അതിലൂടെ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇത് തരുന്നത് ആക്ടറിന്റെ കഴിവാണ്. ചേട്ടൻ പറഞ്ഞതിൽ ഞാനും ഇപ്പൊ
കണ്ണുകൊണ്ട് എന്ത് മാജിക്കാണ് കാണിക്കാൻ പോകുന്നതാണ് എല്ലാരും ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞറിയോ, നമ്മളത് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തോളൂ, മാജിക്കായിട്ട് സംഭവിച്ചോളൂ. ഹായ് ആസിഫ്. ഞാൻ മെയിലിൽ എനിക്ക് ഡയറക്ടറുടെ തന്നെയാണ്, ഞാൻ ഭാരത് കോളേജിൽ നിന്നാണ്. ഓക്കെ, സോ ഇന്നലെ സാറ് കോണ്ടാക്ട് ചെയ്ത് എന്നെ തന്നെയായിരുന്നു, ഇന്നലെ പറഞ്ഞത് എന്നെ തന്നെയായിരുന്നു. അല്ലല്ല അത് ഓക്കെ. സോ ഞാൻ ഇന്നലെ ഞങ്ങളെല്ലാവരും കോളേജിൽ നിന്ന് ഇറങ്ങി. ആൻഡ് ഞാൻ ഇന്നലെ ഇപ്പോൾ ഷേവ് ചെയ്ത് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷോപ്പിൽ ഇരുന്നപ്പോഴാണ് സാറിന് കോൾ തന്നെ എനിക്ക് സീരിയസ്ലി പറഞ്ഞത്. അത് ഞങ്ങളായിട്ട് ഒരു പോസ്റ്ററിൻ്റെ ഇതായിരുന്നു. സോ ലൈക്ക് എനിക്ക് അപ്പം സാറിനോട് ദേഷ്യം വന്നു. ലൈക്ക് സാർ എന്നോട് ചൂടായിപ്പോൾ എന്താ ഇത്രയും ടെൻഷൻ എന്തിനാ എന്നോട് ലൈക്ക് ഇന്ന് ഇപ്പം ഇത്ര വരെ ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ സാറിന് മോനെ എനിക്ക് തലവേര് വന്നു. ലൈക്ക് സാറിന്റെ ഫേസിലുള്ള ടെൻഷൻ, ലൈക്ക് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ പറയണേ സാറിനെ ചിരിക്കാത്ത. അപ്പൊ ലൈക്ക് ഞങ്ങൾ തന്നെ ഇപ്പൊ ഇത്ര നേരം സംസാരിക്കണം സാറെ കാണുമ്പോൾ ലൈക്ക് അപ്പൊ ഞങ്ങൾക്ക് ലൈക്ക് എനിക്ക് തന്നെ എന്താ പറയണറിയാമോ, ഈ മൂവിയിൽ എന്തായിരിക്കും സാറിനിട്ടേക്കുന്ന എഫേർട്സ്, ലൈക്ക് ആ ഉറങ്ങാത്ത കണ്ണുകളെല്ലാം ലൈക്ക് സീരിയസ്ലി ആ മുഖത്ത് ഇപ്പോഴും സാറ് ചിരിക്കാനുള്ള ഇതുണ്ട്. ലൈക്ക് കോളേജിൽ വന്നപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും സാറെന്താണൊന്നും മിണ്ടാത്ത, സാറെന്നൊന്നും മിണ്ടാത്ത. അപ്പൊ ആ ടെൻഷൻ ഞങ്ങൾ സോഷ്യൽ മീഡിയ കുറേ നോക്കി. സാറിന്റെ നല്ല അടിപൊളി പോസ്റ്റർ ഒക്കെ, ഒരു ഫോട്ടോസ് അങ്ങനെ ഒരു ലൈക്ക് കാം ഒരു ലൈക്ക് നൈസ് പേഴ്സൺ. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സാർ അടിപൊളി. പിന്നെ ഞാൻ ലൈക്ക് എന്നെ പൊക്കി പറയുന്നല്ല, ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ രേഖാചിത്ര എന്ന മൂവി ഭാരത് മാതാ കോളേജിൽ കൊണ്ടുവരാൻ. സാർ ഇവരെ എല്ലാരും ഹഗ് ചെയ്ത് BMC വന്ന് എല്ലാം ചെയ്തിട്ട് എന്നെ ഒഴിവാക്കിട്ട് ശരിയാണ്. താങ്ക് യു സോ മച്ച് ആസിഫ്. ഇനി ആസിഫിന്റെ കൂട്ടുകാരന് കൂടിയിട്ട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ പ്ലീസ്. സത്യം പറഞ്ഞ എനിക്ക് ചോദ്യം ചോദിക്കാനില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ. എനിക്ക് ആസ്വാദനം ഹഗ് ചെയ്യണമെന്നുണ്ട്, അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞത്. എനിക്ക് അസൈൻമെന്റ് അണ്ടർസ്റ്റുഡ് വന്നത് എന്തിനാന്ന് ആദ്യമേ മനസ്സിലായി. സമയം കളയാതെ കെട്ടിപ്പിടുത്തം കൊടുക്കാൻ വിചാരിച്ചല്ലേ. എനിക്ക് തോന്നുന്നു മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം രേഖാചിത്രം ക്രൂ റെപ്രസെന്റ് ചെയ്തിട്ട് ഞാൻ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് പറയുകയാണ്. മറ്റന്നാൾ ഈ സിനിമ തിയേറ്ററിൽ റിലീസാവും. ഇപ്പം ഞങ്ങൾ ഇത്രയും നാളും ഇതിന്റെ ഇന്റർവ്യൂസിനും ഇന്ററാക്ഷൻസിന്റെ എല്ലാ സമയത്ത് ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഈ 9-ാം തീയതി മുതൽ കിട്ടും, ഫസ്റ്റ് ഷോ മുതൽ കിട്ടും. അപ്പോൾ മാക്സിമം അത് ഓൺലൈൻ മീഡിയയിലൂടെ അതിന്റെ ഈ വരും ദിവസങ്ങളിൽ തിയേറ്ററിൽ വന്ന് ആ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവരുടെ എക്സൈറ്റ്മെന്റ് കെടുത്തുന്ന രീതിയിലുള്ള റിവ്യൂസ് കൊടുക്കാതിരിക്കുക. മാക്സിമം ഇതിന്റെ സ്പോയിലേഴ്സ് ഹോൾഡ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒന്നുമില്ല, ഞങ്ങൾ ഇപ്പൊ ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇഷ്ടമായെങ്കിൽ അങ്ങനെയും പറയാം. പക്ഷെ ഇതിൽ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വലിയ സസ്പെൻസുകളോ ട്വിസ്റ്റുകളോ ഒന്നുമില്ല. ഇതിന്റെ പുതുമ എന്നും പറയുന്നത് ഞങ്ങളിതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലമാണ്. ഇതിന്റെ പുതുമ എന്നും ഇതിന്റെ ഒരു ഞങ്ങളതിന് പ്രേക്ഷകർക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു ഫ്രഷ്നെസ് ആണ്. അതിന്റെ ഒരു പശ്ചാത്തലമാണ് അതിന്റെ ഫ്രഷ്നെസ് വരുന്നത്. അപ്പം അത് പറയാതിരുന്നു കഴിഞ്ഞാൽ റിവ്യൂ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവോ പോസിറ്റീവോ എന്തുവേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒരു കാര്യം ഒന്ന് പറയാതിരുന്നാൽ നല്ലതായിരുന്നു എന്നൊരു ആഗ്രഹം. പിന്നെ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഈ സിനിമ സംഭവിക്കാൻ കാരണമായ 2 പേരുണ്ട്, മിസ്റ്റർ ആൻഡ്രൂ ജോസഫ് ആൻഡ് മിസ്റ്റർ വേണു കുന്നപ്പള്ളി. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും, അല്ലെങ്കിൽ ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് എല്ലാം ഞാൻ പറഞ്ഞിരുന്നു, ഈ സിനിമ സംഭവിക്കണമെങ്കിൽ ഒരുപാട് പേരുടെ പെർമിഷൻസ് വേണമായിരുന്നു. ഒരുപാട് ജോഫൻ പറയുന്ന പോലെ ഒരുപാട് ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം മുൻകൈ എടുത്തതും സംസാരിച്ചതും അത് കോർഡിനേറ്റ് ചെയ്തതും അത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിച്ചതിനും ഒക്കെ ആൻഡ്രൂ ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു ഒറ്റയ്ക്കുള്ള പോരാട്ടം തന്നെയായിരുന്നു. പിന്നെ എഗെയിൻ വേണു കുന്നപ്പള്ളി, അദ്ദേഹം 2018 എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമ, ഏറ്റവും ടെക്നിക്കൽ സപ്പോർട്ടുള്ള സിനിമ ചെയ്തൊരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. ഈ സിനിമയെ മനസ്സിലാക്കി ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടും തന്ന് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ മുകളിലേക്ക് അത്രയും ക്വാളിറ്റിയിൽ ഈ സിനിമ ചെയ്യാൻ ഒരു അവസരം തന്ന അദ്ദേഹമാണ്. അവർക്ക് 2 പേരും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ വേണു കുന്നപ്പള്ളി സാറിന്റെ പ്രൊഡക്ഷൻ ടീമിലെ എൻറ്റയർ ടീം, അവരാണ് ഈ സിനിമയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടിക്കൊണ്ടിരുന്നത്. ഇതുപോലെ ഉറങ്ങാത്ത മുഖമുള്ള കുറേ പേര്
ഈ ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് അവർ PR ടീം, എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്ന് ഈ വിജയങ്ങളെല്ലാം ആഘോഷിക്കാനും ഈ സന്തോഷം പങ്കുവെക്കാനും ഇവിടെ എത്തിയ എല്ലാവരോടും നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് കൂടിച്ചേരലുകൾ ഇങ്ങനെ ഉണ്ടാവട്ടെ. ഇതിനേക്കാൾ ആളുകൾ വന്ന് ഇതിനേക്കാൾ വലിയ ഒരു വേദിയിലേക്ക് ഈ ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി 2025 നേരുന്നു. താങ്ക് യു സോ മച്ച്. ആസിഫ്, ഞാൻ ചൂടായതല്ല, അതിന്റെ ടോണാണ്. നിന്റെ മുഖം കണ്ടിരുന്നെങ്കിൽ അവൻ ചൂടാവില്ലായിരുന്നു. മുഖത്ത് നോക്കി ചൂടാക്കാൻ ആർക്കും പറ്റില്ല. അത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നപ്പോ അത് ക്ലാരിഫൈ ചെയ്താണ്. എൻ്റെ പേര് ഫാരിസ് എന്നാണ്. പറ്റിയതാണ്. ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. ഇക്കാനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് ഒരുപാട് വട്ടം ശ്രമിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഞാൻ വർക്കിന്റെ ഭാഗമായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഇക്കാനിവിടെ വന്ന് കാണാൻ പറ്റിയ വളരെ സന്തോഷം. പിന്നെ ഇക്കാടെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്, എന്തിനാണ് ഇത് മുറിക്കണത്, എന്താണ് ഇതിന്റെ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറയും, എനിക്കിഷ്ടപ്പെട്ട വ്യക്തിയുടെ കേക്ക് ഞാൻ മുറിക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെ മുറിച്ചിട്ട് ഞാൻ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വട്ടെടുത്തിട്ട് ഞാൻ മുറിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരൊക്കെ എന്ത് ചെയ്യും, എൻ്റെ കൂടെ നിർത്തി ഞാൻ അവരെ പടത്തിന് കൊണ്ടുപോകും. എൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും കാശെടുത്താണെങ്കിൽ ടിക്കറ്റ് എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്ത് അവരാദ്യത്തെ എന്നെ കളിയാക്കായിരുന്നു, ഇന്ന് അവരെ വിളിച്ചിട്ട് പറയുകയാണ്, എടാ ആസിഫലിയുടെ പടം വരുമ്പോൾ ടിക്കറ്റ് നിനക്ക് തരുമോ, എനിക്ക് തരുമോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ ഈ 2024 ശേഷം തൊട്ട് എന്നെ അവർ വിളിക്കാൻ തുടങ്ങുകയാണ്. ഇനി ഇതുപോലെ തന്നെ 2025 അവർ അതുപോലെ തന്നെ വിളിക്കട്ടെ. അതിന് ഞാൻ ഇക്കാക്ക് അതിനെ ഏറ്റവും നല്ല അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫെബ്രുവരി 4 എന്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ ലൊക്കേഷനിലേക്ക് ക്ഷണിക്കുന്നു.